നമസ്കാരം. ട്രംപിന്റെ മുന്നിൽ മുട്ടുമടക്കില്ലെന്ന് ഇറാൻ. അമേരിക്കൻ സൈന്യത്തെ കടലിലെറിഞ്ഞ് ഇറാൻ പെടാം. USS പ്രൊവൻസിലെ കരുത്തുറ്റ 5-ഇഞ്ച് MK-45 ഗണ്ണിൽ നിന്ന് വെടിയുണ്ടകൾ തൊടുത്തുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായതെപ്പോഴാണ്. പീരങ്കി ഉണ്ടകൾ കപ്പലിന്റെ എഞ്ചിൻ റൂമിൽ കൃത്യമായി പതിച്ചത് എന്തുകൊണ്ടാണ്? എഞ്ചിൻ പ്രവർത്തനരഹിതമായതോടുകൂടി കൂറ്റൻ ചരക്ക് കപ്പൽ കടലിന്റെ നടുവിൽ നിശ്ചലമായതെപ്പോഴാണ്? വേഗത നിലച്ചതോടെ US മറീനുകൾ ഹെലികോപ്റ്റർ വഴിയും ബോട്ടുകൾ വഴിയും തൂസ്കയിലേക്ക് ഇരച്ചു കയറിയത് എന്തുകൊണ്ടാണ്? അമേരിക്കൻ സൈന്യം ഇറാൻ കപ്പൽ പിടിച്ചെടുത്തത് ആ ഒരു സാഹചര്യത്തിലാണ്. അറബിക്കടലിൽ അമേരിക്കൻ നാവികസേന നടത്തിയ അതീവ നാടകീയമായിട്ടുള്ള സൈനിക നീക്കത്തിലൂടെ ഇറാനിയൻ ചരക്ക് കപ്പലായിട്ടുള്ള MV തൂസ്ക പിടിച്ചെടുത്തത് ആഗോളതലത്തിൽ വലിയ ചർച്ചയായിരിക്കുന്നു. ഏപ്രിൽ 17 മുതൽ ഇറാനിയൻ തീരങ്ങളിൽ അമേരിക്ക ഏർപ്പെടുത്തിയ ശക്തമായിട്ടുള്ള ഉപരോധം അത് ലംഘിക്കാൻ ശ്രമിച്ചു എന്നാരോപിച്ചാണ് അതിവേഗത്തിലുള്ള ഈ നടപടി US സ്വീകരിച്ചിരിക്കുന്നത്. കപ്പലിനെ പ്രവർത്തനരഹിതമാക്കിയ ശേഷം US മറീനുകൾ കപ്പലിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയായിരുന്നു. അറബിക്കടലിലൂടെ ഇറാന്റെ ബന്ദർ അബ്ബാസ് തുറമുഖത്തേക്ക് നീങ്ങുകയായിരുന്ന MV തൂസ്ക എന്ന ഇറാന്റെ കപ്പലിനെ USS യുദ്ധക്കപ്പലായിട്ടുള്ള USS പ്രൊവൻസ് തടഞ്ഞതോടുകൂടിയാണ് സംഭവങ്ങളുടെ തുടക്കം. ഏതാണ്ട് 6 മണിക്കൂറോളം നീണ്ടുനിന്ന കടുത്ത വാഗ്വാദങ്ങൾ, മുന്നറിയിപ്പുകൾ, ഭീഷണികൾ, ഇതിലെല്ലാം സാക്ഷ്യം വഹിച്ചത് ആ സമുദ്രവും. ഉപരോധം ലംഘിക്കരുത് എന്നും കപ്പലുടൻ നിർത്തണമെന്നും US സൈന്യം റേഡിയോ സന്ദേശങ്ങളിലൂടെ നിരന്തരം ആവശ്യപ്പെട്ടുവെങ്കിലും ഇറാനിയൻ കപ്പൽ ഇത് അവഗണിച്ച് മുന്നോട്ട് പോയി. തുടർച്ചയായിട്ടുള്ള 6 മണിക്കൂറുകൾ മുന്നറിയിപ്പ് ഫലങ്ങൾ ഒന്നും തന്നെ കാണാതെ വന്നതോടെ കപ്പലിനെ ബലം പ്രയോഗിച്ച് തടയുവാൻ അമേരിക്ക തീരുമാനിക്കുന്നു. കപ്പലിലെ ജീവനക്കാരുടെ ജീവന് അപകടമുണ്ടാകാത്ത രീതിയിൽ കപ്പലിന്റെ സഞ്ചാരം തടയുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. അപ്പോൾ ഇതിനായിട്ട് USS പ്രൊവൻസിലെ കമാൻഡർമാർ കപ്പലിന്റെ എഞ്ചിൻ റൂം ലക്ഷ്യം വെക്കാൻ നിർദ്ദേശം നൽകുന്നു. വെടിവെപ്പിന് മുമ്പായിട്ട് എഞ്ചിൻ റൂമിലുള്ളവരുടെ അവിടെ നിന്ന് മാറി നിൽക്കാൻ കർശന നിർദ്ദേശം നൽകുകയും ചെയ്തു. USS പ്രൊവൻസിലെ കരുത്തുറ്റ 5-ഇഞ്ച് MK-45 ഗണ്ണിൽ നിന്ന് വെടിയുണ്ടകൾ തൊടുത്തുവിടുന്നു. പീരങ്കി ഉണ്ടകൾ കപ്പലിന്റെ എഞ്ചിൻ റൂമിൽ കൃത്യമായി പതിക്കുകയും അവിടെ വലിയ വിള്ളലുകൾ ഉണ്ടാവുകയും ചെയ്യുന്നു. എഞ്ചിൻ പ്രവർത്തനരഹിതമാകുന്നു. അതോടുകൂടി കൂറ്റൻ ചരക്ക് കപ്പൽ കടലിന്റെ നടുവിൽ നിശ്ചലമാകുന്നു. കപ്പലിന്റെ വേഗത നിലച്ചതോടുകൂടി US മറീനുകൾ ഹെലികോപ്റ്റർ വഴിയും ബോട്ടുകൾ വഴിയും തൂസ്കയിലേക്ക് ഇരച്ചു കയറുന്നു. എന്നിട്ട് തൂസ്ക എന്ന് പറയപ്പെടുന്ന ഇറാന്റെ കപ്പലിന് നിയന്ത്രണം അമേരിക്ക ഏറ്റെടുക്കുന്നു. ഇറാൻ പതാക ഏന്തിയ തൂസ്കയ്ക്ക് ഏകദേശം 900 അടി നീളമുണ്ട്. US ട്രഷറി ഡിപ്പാർട്ട്മെന്റ് ഉപരോധ പട്ടികയിലുള്ള കപ്പലാണിതെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുകയും ചെയ്യുന്നു. മുൻപും നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ചരിത്രമുള്ളതിനാലാണ് കപ്പലിനെ തടഞ്ഞതെന്ന് ട്രംപ് അവകാശപ്പെടുന്നുണ്ട്. നിലവിൽ കപ്പൽ പൂർണ്ണമായിട്ടും US സൈന്യത്തിന്റെ കസ്റ്റഡിയിലാണ്. അപ്പോൾ ഇതിനുള്ളിൽ എന്തൊക്കെയാണ് കടത്തിക്കൊണ്ടുപോകുന്നത് എന്നതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള പരിശോധനകൾ നടന്നു വരികയാണ്. സൈനിക നടപടിക്ക് പിന്നാലെ പ്രധാന കാരണം ഇറാനെ സാമ്പത്തികമായി തളർത്തുക എന്ന അമേരിക്കയുടെ നയമാണ്. ഇറാന്റെ പക്കലുള്ള ആണവ പദ്ധതികളും പ്രാദേശികമായിട്ട് ഇടപെടലുകളും അവസാനിപ്പിക്കുവാൻ അവരുടെ വരുമാന സ്രോതസ്സുകൾ തടയണമെന്ന് അമേരിക്ക വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ടാണ് ഇറാനിയൻ തീരങ്ങളിലൂടെയുള്ള എല്ലാ ചരക്ക് നീക്കങ്ങൾക്കും US ഉപരോധം ഏർപ്പെടുത്തിയത് എന്നതാണ്. അപ്പോൾ ഇവിടെ ഈ ഉപരോധം ലംഘിക്കുന്ന ഏതൊരു കപ്പലിനും ഇതേ അവസ്ഥ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് അമേരിക്ക ഇതിനോടൊപ്പം നൽകി കഴിഞ്ഞു. പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ US ഇറാൻ പ്രതിനിധികൾ തമ്മിലുണ്ടായ നിർണായകമായിട്ടുള്ള സമാധാന ചർച്ചകൾ നടക്കാതിരിക്കുകയാണ് ഇത്തരത്തിലൊരു നീക്കമെന്നത് ശ്രദ്ധേയമാണ്. ചർച്ചാമേശയിൽ ഇറാനെ സമ്മർദ്ദത്തിലാക്കുവാനുള്ള ഒരു തന്ത്രമായിട്ടാണ് ട്രംപ് ഭരണകൂടം ഈ കപ്പൽ പിടിച്ചെടുക്കലിനെ കാണുന്നത് എന്നതാണ്. തങ്ങൾ പറയുന്ന ഉപാധികൾ അംഗീകരിച്ചില്ല എങ്കിൽ കടുത്ത പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന സന്ദേശം കൂടി US ഇതിലൂടെ നൽകുന്നുണ്ട്. ഈ സംഭവത്തെ സായുധ കടൽ കൊള്ള എന്നാണ് ഇറാൻ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അമേരിക്കൻ സൈന്യത്തിന്റെ നടപടിക്കെതിരെ ഉടൻ തന്നെ തിരിച്ചടി നൽകുമെന്ന് ഇറാന്റെ തസ്നീം വാർത്താ ഏജൻസി അടക്കം റിപ്പോർട്ട് ചെയ്യുന്നു. തങ്ങളുടെ കപ്പലുകൾ തടയുന്നത് തുടരുകയാണ് എങ്കിൽ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കടത്ത് കേന്ദ്രമായിട്ടുള്ള ഹോർമൂസ് കടലിലേക്ക് അടച്ചുപൂട്ടുമെന്നും ഇറാന്റെ ഭീഷണി വളരെ കൃത്യമായി പറയുകയും ചെയ്തു. ഇത് ആഗോള ഏജൻസിയെ അല്ലെങ്കിൽ ആഗോള എണ്ണ വിപണിയെ വലിയ പ്രതിസന്ധിയിലാക്കാൻ സാധ്യതയുള്ളൊരു വിഷയമാണ്. അമേരിക്കൻ സൈന്യത്തിന് മുന്നിൽ ഒരു കാരണവശാലും വിട്ടുവീഴ്ച ഇല്ല എന്ന്, അല്ലെങ്കിൽ അങ്ങനെ വിട്ടുവീഴ്ചയ്ക്ക് ആവശ്യമില്ല, മുട്ടുമടക്കേണ്ട ആവശ്യമില്ല എന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഖാലിബാഫ് വ്യക്തമാക്കുന്നുണ്ട്. ഞങ്ങൾക്ക് കടന്നു പോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ മറ്റാരെയും ഹോർമൂസ് കടലിലേക്ക് വഴി കടന്നു പോകുവാൻ അനുവദിക്കില്ല എന്നതായിരുന്നു ഇറാന്റെ പ്രതികരണം. അമേരിക്കയുടെ ഉപരോധം, ആ ഉപരോധം എന്ന് പറയപ്പെടുന്നത് അജ്ഞതയിൽ നിന്നുണ്ടായതാണ് എന്ന് പരിഹസിക്കുകയാണ് ട്രംപ്.
ഇരുപക്ഷവും വിട്ടുവീഴ്ച ചെയ്യാത്ത നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത് സ്ഥിതിഗതികൾ യുദ്ധസമാനമാക്കുന്നു എന്നുള്ളതാണ്. ലോകത്തെ എണ്ണ വ്യാപാരത്തിന്റെ 1/5 നടക്കുന്നത് ഹോർമൂസ് കടലുകൾക്ക് വഴിയാണ്. നിലവിലെ ഈ സംഘർഷം ആഗോള ഇന്ധന പ്രതിസന്ധിക്ക് ആക്കം കൂട്ടുകയുള്ളൂ എന്നുള്ളതാണ്. എണ്ണവില കുതിച്ചുയരാൻ കാരണമാകുന്ന തരത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു ഈ ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ എന്ന് പറയപ്പെടുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇറാൻ ചെയ്യുന്ന ചില തീരുമാനങ്ങൾ അല്ലെങ്കിൽ കൈക്കൊള്ളുന്ന നടപടികൾ എന്ന് പറയപ്പെടുന്നത് ട്രംപിന്റെ മുന്നിൽ മുട്ടുമടക്കില്ല എന്നൊരു തീരുമാനത്തിലേക്ക് ഇറാൻ എത്തിയിരിക്കുന്നു. മാത്രമല്ല, അമേരിക്കൻ സൈന്യത്തെ കടലിൽ തടഞ്ഞു നിർത്തുവാനുള്ള ശേഷി ഇറാൻ ആർജിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഇറാന്റെ പട ആർജിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടുക തന്നെ വേണം അമേരിക്ക എന്ന് അമേരിക്കയും ഇസ്രായേലിനെയും ഓർമ്മപ്പെടുത്തുകയാണ് ഒരേ സമയം ഇറാൻ.